നാഷണലും ഇന്റർനാഷണലുമായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഒപ്റ്റിക്കൽ ഷോറൂം ജസൽ ഒപ്റ്റിക്കൽസ്. ജസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. 21 കിലോ കഞ്ചാവുമായി 4 ഇതര സംസ്ഥാന തൊഴിലാളികൾ പിടിയിൽ. 21 കിലോ കഞ്ചാവുമായി 4 അതിഥി തൊഴിലാളികൾ കാലടി പോലീസിൽ പിടിയിലായി. കാനൂർ ശ്രീമൂലനഗരം ഭാഗങ്ങളിൽ നിന്നുമാണ് കഞ്ചാവ് പിടികൂടിയത്. പശ്ചിമ ബംഗാൾ സ്വദേശികളായ മനുവർ, സമീറുൽ ഇസ്ലാം, ബാപ്പി മുല്ല, സാദിഖുൽ ഷെയ്ഖ് എന്നിവരാണ് പെരുമ്പാവൂർ ASPയുടെ പ്രത്യേക അന്വേഷണ സംഘവും കാലടി പോലീസും ചേർന്ന് പിടികൂടിയത്. 2 ഓട്ടോറിക്ഷകളിലായാണ് പ്രതികൾ കഞ്ചാവുമായി എത്തിയത്. 3 പേരെ ശ്രീമൂലനഗരത്തിൽ നിന്നും ഒരാളെ കാനൂർ ജംഗ്ഷനിൽ വെച്ചുമാണ് പിടികൂടിയത്. ശ്രീമൂലനഗരത്തിൽ നിന്നും പിടികൂടിയവരിൽ നിന്നും 15 കിലോയും കാനൂരിൽ നിന്നും പിടികൂടിയവരിൽ നിന്നും 6 കിലോ കഞ്ചാവുമാണ് കണ്ടെത്തിയത്. പോലീസ് പിന്തുടർന്ന് വന്ന പ്രതി കാനൂർ ജംഗ്ഷൻ വെച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുകയും തുടർന്ന് പ്രതിയെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ പിടികൂടുകയുമായിരുന്നു. പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്നാണ് പ്രതികൾ പിടിയിലാകുന്നത്. ഒറീസയിൽ നിന്നുമാണ് പ്രതികൾ കഞ്ചാവ് കൊണ്ടുവന്നത്. പെരുമ്പാവൂർ കാലടി മേഖലയിൽ വിൽപ്പനയ്ക്കായാണ് കഞ്ചാവ് കൊണ്ടുവന്നത്. കാലടി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ASP ഹാർദിക് മീണ, കാലടി പോലീസ് ഇൻസ്പെക്ടർ അനിൽകുമാർ T. മേപ്പിള്ളി, SI മാരായ ശ്യാം ജെയിംസ് മാത്യു, മാർട്ടിൻ ഷിജു, ASI അബ്ദുൽ മനാഫ്, സീനിയർ CPO TA അഫ്സൽ, CPO മാരായ റോബിൻ ജോയ്, അരുൺ രവികുമാർ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ആലുവയിൽ ഒരു വണ്ടിക്ക് കയറി വന്നാ. അപ്പോൾ ആ വണ്ടിക്കാരൻ പറഞ്ഞു, ഇങ്ങനെ ഒരു ബായ് ഇവിടെ ചാടിയുണ്ട്, ഈ സ്കൂളിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി അങ്ങോട്ട് പോയാൽ അങ്ങനെ കറങ്ങി വന്ന് ഞങ്ങളുടെ ഇവിടുത്തെ വേറൊരു വണ്ടി കയറിയിരുന്നു. അപ്പോൾ തന്നെ ഞങ്ങൾ ഈ ഓട്ടോക്കാരൻ പറഞ്ഞു ഈ ബായി തന്നെയാന്ന് പറഞ്ഞു. അങ്ങനെ പിടിച്ചിരുത്തി ഞങ്ങളോട്. ആലുവയിൽ നിന്ന് വണ്ടിക്കാരനെ അവൻ തർച്ചെന്ന് വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, കാരണം താനൂര് ഓട്ടം മതിയാക്കി വിട്ടതാണ്. ആ വണ്ടിക്കാരൻ പറഞ്ഞു ഇങ്ങനെ ഒരു ബാഗായിട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വണ്ടി കയറി കഴിഞ്ഞ് ബാഗ് തുറന്നപ്പോഴാണ് ഈ കഞ്ചാവ് കൂടി കണ്ടത്. അവൻ ഓട്ടോറിക്ഷയിൽ ബലപ്രയോഗമൊക്കെ നടത്തി. ന്യൂസ് ബ്യൂറോ, കാലടി.